നമ്മോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീമതി ജ്യോതി വിജയകുമാറാണ്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്യോതി വിജയകുമാർ, ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം ഭരണഘടനയെക്കുറിച്ച് ഈ സാധാരണഗതിയിൽ ഏതൊരു സാധാരണക്കാർക്കുമുള്ളൊരു കൺസെപ്റ്റ് അതൊരു ഭരണക്രമമാണ് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭരണഘടന ഒരു ഭരണക്രമം മാത്രമാണോ? അത് ഒരു സമൂഹത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ വളരെ ആന്തരികമായ ജീവസത്തയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, ഒരുപക്ഷെ ഒരു സമൂഹത്തിൻ്റെ ഹൃദയം അല്ലെങ്കിൽ തലച്ചോറ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഭരണഘടന എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളിലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലും അല്ലെങ്കിൽ വോട്ട് ചെയ്യുക, അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിനുപരിയായിട്ട് വീട്, തൊഴിലിടങ്ങൾ, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഒക്കെ നിലനിൽക്കുന്നതും എല്ലാ അർത്ഥത്തിലും പരിപാലിക്കപ്പെടേണ്ടതുമായ ഒരു സിസ്റ്റമല്ലേ ഭരണഘടന എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് അതങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഭരണഘടനയെക്കുറിച്ച്? തീർച്ചയായിട്ടും സർ, വളരെ പ്രസക്തമാണ്. സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കൽപ്പറ്റ മാഷ്, വിനോദ് സർ, അതുപോലെ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരെ, കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, എല്ലാവർക്കും, ഭാരതീയരായ എല്ലാവർക്കും, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് സർ ഒരു ആമുഖം പറഞ്ഞിട്ട് ആ ഉത്തരത്തിലേക്ക് വരാമല്ലോ. ഞാനൊരു ആമുഖം പറഞ്ഞിട്ട് ആ ഉത്തരത്തിലേക്ക് വരാമല്ലോ. ഇന്ന് ഭരണഘടനയോടുള്ള പരിചയം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ സിവിൽ സർവീസസ് ട്രെയിനറാണ്. കുട്ടികളോട് സംസാരിക്കുമ്പം ഭരണഘടന ജീവിതത്തിൽ കുട്ടികളോട് അവർക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഭരണഘടന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട്. പിന്നെ നിയമത്തിൽ ഇപ്പോൾ ഗവേഷണം നടത്തുന്നു, അതാണ് അക്കാഡമിക്കലി ഭരണഘടനയുമായിട്ടുള്ള ബന്ധം. പിന്നീട് കേരളത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്, എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത് നമ്മൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്താണ്. അതിനുശേഷം ഭരണഘടന, പ്രത്യേകിച്ച് നമുക്കൊക്കെ ഏറ്റവും ഇപ്പോൾ പരിചിതമായിട്ടുള്ളൊരു വിഷ്വൽ ഇമേജാണ് ഈ 2024 ഈ ഭരണഘടന. ശരിക്കും നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇത് കൂടുതൽ കാണുന്നു, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഇടയിൽ കാണുന്നു. ഈ വിഷ്വലി ഇമേജുകളുടെ ഈ ലോകത്തിൽ ഈ ഒരു ഇമേജ് എങ്ങനെയൊക്കെയോ നമ്മുടെ കാഴ്ചകളിലും മനസ്സിലും വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജാണിത്. അതുമാത്രമല്ല, 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ഭരണഘടനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടനയുടെ സ്വാധീനം, ഭരണഘടനയുടെ പ്രാധാന്യം, ഭരണഘടനയുടെ പ്രസക്തി എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, സമൂഹത്തിലുണ്ടാവണം, രാഷ്ട്രീയത്തിലുണ്ടാവണം എന്ന ബോധ്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലിരിക്കുന്ന ഒരു ആശയധാര ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതും ഈ രാജ്യം, ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ വലിയ ഉത്തരവാദിത്തമായി, ഓരോ ഇന്ത്യക്കാരുടെയും, ഓരോ ഇന്ത്യൻ പൗരരുടെയും ഉത്തരവാദിത്തമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞ പോലെ ഈ ബുക്ക് എടുത്ത് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്ന, അതിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. When you hold this small leather-based book in your hands, you're holding the very destiny of the nation written 70 years ago. ഈ ചെറിയ പുസ്തകം കൈ പിടിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം, 70 വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഭാഗധേയമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കൈ പിടിക്കുന്ന ഓരോ ആളിൻ്റെയും ശരിക്കും അത് നമ്മളെ വളരെയധികം മനസ്സിൽ തട്ടുന്ന ഒന്നാണ്. ഈ ചെറിയ പുസ്തകമാണ് ഈ രാജ്യത്ത് കോടിക്കണക്കിന് ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചെറിയ പുസ്തകമാണ് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒന്നാണെന്ന്, ഒരുപോലെയാണെന്ന്. പല പ്രായത്തിലുള്ളവരുണ്ട്, പല മതങ്ങളിലുള്ളവരുണ്ട്, പല വേഷം ധരിച്ചിട്ടുള്ളവരുണ്ട്, പല ആശയധാരകളുള്ളവരുണ്ട്, പല ജാതിയിലുള്ളവരുണ്ട്,
പല സാമ്പത്തിക സ്ഥിതിയിലുള്ളവരുണ്ട്. ഇത്തിരി പൊക്കം കൂടിയ ഈ സ്റ്റേജിന്റെ മേളിൽ മൈക്കുമായിട്ടിരിക്കുന്ന നമ്മളുണ്ട്. അവിടെ ഇപ്പോൾ മൈക്ക് കയ്യിലില്ല, പക്ഷെ ഇതിലും പ്രസക്തമായ ആശയങ്ങൾ മനസ്സിലുള്ള ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ നമ്മളെ എല്ലാവരെയും തുല്യരായി കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകം ഇതാണ്. അതാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെയാണ് സാറ് പറഞ്ഞതിന്റെ പ്രാധാന്യം. ഭരണഘടന, നമ്മൾ ഇതിൽ ഇത്രമാത്രം ആർട്ടിക്കിൾസ് ഉണ്ട്, ഇത്രമാത്രം പ്രൊവിഷൻസ് ഉണ്ട്, ഇതുമായിട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഈ പ്രൊവിഷൻസ് ഉണ്ട്, ഇത്ര അനുച്ഛേദങ്ങളുണ്ട്, ഇത്ര ഭേദഗതികളുണ്ട് എന്ന് പഠിക്കുന്നതിലുപരി ഭരണഘടന ഉൾക്കൊള്ളുന്ന അന്തസത്ത എന്താണ്, ഭരണഘടനയുടെ ആശയം എന്താണ്, ഈ രാജ്യത്തെ പടുത്തുയർത്തിയ മൂല്യങ്ങളാണ് ഭരണഘടനയിലുള്ളത്, ഈ രാജ്യത്തെ മുൻപോട്ട് നയിക്കേണ്ട മൂല്യങ്ങളാണ് ഭരണഘടനയിലുള്ളത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയൊക്കെയോ സാമൂഹികമായ അസമത്വം ഉണ്ടായി, നമ്മൾ എത്രമാത്രം അപരാധം എത്രമാത്രം മനുഷ്യ വിഭാഗങ്ങളോട് ചെയ്തു, അതിനെ തിരുത്താൻ എന്ത് ചെയ്യണം എന്ന് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ആശയങ്ങളാണ് ഭരണഘടനയിലുള്ളത്. അപ്പോൾ ഒരു സാധാരണ പുസ്തകം എന്നതിലുപരി നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനമായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ് എന്നതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെ, പ്രവൃത്തിയെ, സഹജീവികളോടുള്ള നമ്മുടെ ഇടപെടലിനെ, നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ, നമ്മുടെ വീടുകളിലുള്ള പെരുമാറ്റത്തെ എല്ലാറ്റിനെയും സ്വാധീനിക്കുന്ന, രൂപപ്പെടുത്തുന്ന അടിസ്ഥാന ആശയമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത നമ്മുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തിലും തൊഴിൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നിലനിർത്തുന്ന ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായി. കൽപ്പറ്റ മാഷോട് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആധുനിക ഇന്ത്യയുടെ മതഗ്രന്ഥമായിട്ട് ഭരണഘടന മാറണം. ഈ 75 വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത് വെറും ഒരു പുസ്തകമല്ല. പാർലമെന്റിൽ പോകുമ്പോൾ സംസാരിക്കാനും രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളിൽ സംസാരിക്കാനും അതിനെപ്പറ്റി പറയാനും മാത്രമുള്ളതല്ല ഭരണഘടന. പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതി മാർക്ക് വാങ്ങിക്കാൻ മാത്രമുള്ളതല്ല ഭരണഘടന. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിലെ സാന്നിധ്യമാകണം ഭരണഘടന. നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ട മൂല്യങ്ങൾ നിലനിൽക്കുന്നത് ഭരണഘടനയിലായിരിക്കണം എന്ന ചിന്താഗതി നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഇവിടെ, ഞാൻ ഉൾപ്പെടെ, സർ ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എത്ര ചെറിയ അക്കം ആളുകളാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടായാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് ഈ ചിന്ത കൈമാറാൻ പറ്റിയാൽ ഇന്നത്തെ സംവാദത്തിന് ഒരു വലിയ അർത്ഥമുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. മൈക്ക് അപ്പോൾ ഇവിടെ ജ്യോതി മാഡം വിശദീകരിച്ചു കഴിഞ്ഞത് ഭരണഘടനയുടെ അതിൻ്റെ ഒരു അർത്ഥസാധ്യതകളാണ്. അത് നമ്മൾ വിചാരിക്കുന്ന വളരെ റിജിഡായൊരു മീനിങ് മാത്രമല്ല എന്നുള്ള രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാഡം, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അക്കാഡമിക്കായി ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഭരണഘടന എന്ന വാക്കിൻ്റെ ആ ഒരു പദത്തെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരുതരം ഡെമോക്രാറ്റിക് മൊറാലിറ്റിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദപ്രയോഗമാണത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അവബോധം നമ്മുടെ നാട്ടിൽ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ജനകീയ അവബോധം സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടോ? ഇനി അഥവാ അതില്ലെങ്കിൽ അതാണോ ഇന്ത്യൻ ഡെമോക്രസിയുടെ ക്രൈസിസ്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം, ഡെമോക്രസി ഓഫ് ഇന്ത്യ ഫേസ് ചെയ്ത ത്രെഡ്സിനെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതുപോലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇവോൾവ് ചെയ്യാത്തതാണോ ഈ നാട്ടിലുള്ള ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സ് അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ കാരണം? ആ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? സാർ, ഇന്നിപ്പോൾ നമ്മുടെ സെഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ കുറേ യൂട്യൂബിൽ ഭരണഘടനയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നോക്കി, കുറേ വായിക്കാൻ നോക്കി. അപ്പോൾ ഒക്കെ മനസ്സിലായത് ഭരണഘടനയെ പറ്റി ധാരാളം ഇൻഫർമേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, വിവരം ഒത്തിരി കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി അതല്ല. കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു, എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞാലോചിച്ചു, എങ്ങനെയാണ് ഭരണഘടന എന്നെ സ്വാധീനിക്കുന്നത്, എനിക്ക് ഈ ഭരണഘടന എന്താണ് തരുന്നതെന്ന് സ്വയം ആലോചിച്ചപ്പോൾ എനിക്ക് വന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. പിന്നീട് 15 പറയുന്നു ആർക്കെതിരെയും വിവേചനം പാടില്ല. എന്തിൻ്റെ പേരില?
നമ്മുടെ ജാതിയുടെ പേരിൽ പാടില്ല, മതത്തിൻ്റെ പേരിൽ പാടില്ല, റേസിൻ്റെ പേരിൽ പാടില്ല, സെക്സിൻ്റെ ബേസിസിൽ പാടില്ല, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല. ഒരു മനുഷ്യനോടും ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, ലിംഗപദവിയുടെ പേരിൽ, ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല എന്ന് ഭരണഘടന പറയുന്നു. ആർട്ടിക്കിൾ 14 അയിത്തം വേണ്ട, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഭരണഘടന പറയുന്നു. ഉദാഹരണത്തിന് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ എങ്ങനെയാണ് ഭരണഘടന, ഇപ്പൊ സാർ എന്നെ അഭിസംബോധന ചെയ്തത് ശ്രീമതി എന്നാണ്. ഞാൻ ശ്രീമതി ആണോ എന്ന് സാറിന് അറിയില്ല. ആരെയാണ് നമ്മൾ ശ്രീമതി എന്ന് വിളിക്കുക? എൻ്റെ സ്ഥാനത്ത് ഒരു പുരുഷനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മമതാ ബാനർജി മുഖ്യമന്ത്രിയാണ് ബംഗാളിലെ. മമതാ ബാനർജി വന്നാൽ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? ശ്രീമതി എന്ന് വിളിക്കുമോ? കുമാരി മമതാ ബാനർജി എന്നല്ലേ വിളിക്കുക? എന്തുകൊണ്ട്? മമതാ ബാനർജി കല്യാണം കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ പക്ഷെ പുരുഷന്മാർ വന്ന വേദിയിലിരിക്കുമ്പോൾ അവരുടെ വിവാഹ സ്റ്റേറ്റസിനെ അടിസ്ഥാനപ്പെടുത്തി അവരെ അഭിസംബോധന ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ മാറുന്നില്ല. കല്യാണം കഴിച്ച പുരുഷനും കഴിക്കാത്ത പുരുഷനും സ്ത്രീയാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? പക്ഷെ കല്യാണം കഴിക്കാത്ത സ്ത്രീ കുമാരിയും കല്യാണം കഴിച്ച സ്ത്രീ ശ്രീമതിയുമാണ്. സ്ത്രീകളുടെ മാരിറ്റൽ സ്റ്റേറ്റസിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് ഭരണഘടനാ മൂല്യത്തിനെതിരാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഞാൻ അഭിസംബോധന ചെയ്യുമ്പോൾ സ്ത്രീ എന്നാണ് പറയുക. അതുപോലെ നമ്മുടെ പേരുകൾ, ജ്യോതി വിജയകുമാർ എന്നത് വിജയകുമാർ എൻ്റെ അച്ഛനാണ്. ഞാൻ സാധാരണ ഇവിടെ എനിക്ക് പറ്റിയ തെറ്റാണ്. സാധാരണ ഉപയോഗിക്കുമ്പോൾ ജ്യോതി രാധിക വിജയകുമാർ എന്നാണ് ഉപയോഗിക്കുക. രാധിക എൻ്റെ അമ്മയും കൂടെയാണ്. അച്ഛൻ്റെ മകളായി മാത്രം, അച്ഛൻ്റെ മകനായി മാത്രം മക്കളെ കാണുന്ന ഒരു സമൂഹം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയാണ്. അമ്മ എവിടെ? എൻ്റെ മകൻ്റെ പേരിൽ എൻ്റെ പേരുണ്ട്. അമ്മയുടെ മോള് അമ്മ ആരാണെന്ന് അറിയണ്ട. അമ്മ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അച്ഛൻ്റെ പാരമ്പര്യം, അച്ഛൻ്റെ വംശാവലി, അച്ഛൻ്റെ ലീനിയേജ് മതി കുട്ടിക്കെന്ന് തീരുമാനിച്ച ഒരു സമൂഹം ഭരണഘടനാ മൂല്യത്തിനെതിരാണ്. സർ, രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ പറഞ്ഞോട്ടെ. ഒരു ദളിത് വ്യക്തിയെ നോക്കി സമൂഹം പറയുന്നു, ജാതി ശ്രേണീഘടനയിൽ നിങ്ങൾ താഴെയാണ്, നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം അല്ല. നിങ്ങളുടെ നിറം നോക്കി ഒരു സമൂഹം പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വിവേചനം നേരിടും, നിങ്ങൾ ഞങ്ങളെ പോലെ അല്ല. ഒരു സ്ത്രീയെ നോക്കി പറയുന്നു, യു ആർ എ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ, യു ആർ നോട്ട് എ ഫുൾ സിറ്റിസൺ ആസ് മെൻ എന്ന് സമൂഹം പറയുന്നു. ഒരു ഡിവോഴ്സ്ഡ് ആയ സ്ത്രീയെ നോക്കി പറയുന്നത് സംതിങ് റോങ് വിത്ത് യു. ഒരു സിംഗിൾ മദറിനോട് പറയുന്നത് സംതിങ് നോട്ട് ഓക്കെ വിത്ത് യു. മെജോറിറ്റി മതത്തിൽപ്പെട്ട ആളുകൾ സമൂഹത്തിൽ കൂടുതൽ ഇന്ത്യക്കാരാണ്, കൂടുതൽ നാഷണലിസ്റ്റ് ആണ്. സാംസ്കാരിക ദേശീയത വരുമ്പോൾ വംശീയതയ്ക്കും ഭൂരിപക്ഷത്തിനും പ്രാധാന്യം കിട്ടുമ്പോൾ മെജോറിറ്റി ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായ എന്തോ അവകാശങ്ങളുണ്ട്, ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് എന്തോ കുറവുണ്ട് എന്നൊരു സമൂഹം, രാഷ്ട്രീയം നിങ്ങളെ നോക്കി പറയുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളോട്, LGBTQIA വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോട്, സെക്ഷൽ ഓറിയന്റേഷൻ വ്യത്യസ്തരായ മനുഷ്യരോട് സമൂഹം പറയുന്നു, there is something wrong with you. You are not equal as we are. അപ്പോൾ ഈ പുസ്തകം, ഈ ചെറിയ പുസ്തകം എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന മനുഷ്യരെ, എല്ലാവരും പാർശ്വവൽക്കരിക്കുന്ന മനുഷ്യരെ, ആരും നോർമലായിട്ട് കാണാത്ത മനുഷ്യരെ, തുല്യരല്ല എന്ന് സമൂഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഈ പുസ്തകം പറയുന്നു, അവർക്ക് ധൈര്യം കൊടുക്കുന്നു, യു ആർ ഈക്വൽ, യു ആർ ഡിഫറെൻറ്റ്, നിങ്ങൾ വ്യത്യസ്തരാണ്, നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാണ്, നിങ്ങളുടെ ലിംഗപദവി വ്യത്യസ്തമാണ്, നിങ്ങളുടെ ജാതി വ്യത്യസ്തമാണ്, നിങ്ങളുടെ മതം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. ബട്ട് യു ആർ ആൻ ഈക്വൽ, യു ആർ ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഞാൻ വിശ്വസിക്കുന്നത് ഭരണഘടനയുടെ ഏറ്റവും വലിയ കരുത്തതാണ്. നിങ്ങൾ തുല്യരല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരോടും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമൂഹം പറയുന്നു, യു ഡോണ്ട് ഡിസേർവ് ഇക്വാളിറ്റി. കാരണം പല രീതിയിൽ നിങ്ങൾ വിവേചനം അർഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ ജാതി കൊണ്ട്, മതം കൊണ്ട്, നിങ്ങളുടെ വിവാഹ പദവി കൊണ്ട്, നിങ്ങളുടെ ലിംഗ പദവി കൊണ്ടൊക്കെ നിങ്ങൾക്ക് വിവേചനം നേരിടാം. ദാറ്റ് ഈസ് നോർമൽ എന്ന് പറയുമ്പോൾ ഭരണഘടന പറയാണ് ഇറ്റ് ഈസ് നോട്ട് നോർമൽ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങളും നമ്മുടെ സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും നിരന്തരമായൊരു സംഘർഷത്തിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയത് വളരെ പരമ്പരാഗതമായ ഒരു സമൂഹത്തിൽ, ഇവിടെ വ്യാവസായിക വിപ്ലവം നടന്നില്ല, ഇവിടെ സാംസ്കാരിക വിപ്ലവം നടന്നില്ല, ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടില്ല, ഇതൊക്കെ വിദേശ യൂറോപ്യൻ സൊസൈറ്റിയിൽ നടന്നു. വളരെ പരമ്പരാഗതമായ ഒരു സമൂഹത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായി ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, തുല്യത തുടങ്ങിയ മൂല്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന വിപ്ലവാത്മകമായൊരു രേഖയാണ് ഭരണഘടന. ഈ മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നില്ല. അത് മാറാൻ സമയമെടുക്കും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ട്രഡിഷൻ ആൻഡ് മോഡേണിറ്റി ആർ കോ എക്സിസ്റ്റിംഗ്. ഒരു സൈഡിൽ, ഒരു വശത്ത് നമ്മൾ പരമ്പരാഗത മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയാണ്, ഒരു വശത്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സാറുമായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നു. ആ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ കൂടെ 17-ാം നൂറ്റാണ്ടിലെ ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാതി വളർത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർഗീയത പരത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. ഭരണഘടനയുടെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളെ ഭരണഘടനാ മൂല്യങ്ങളുടെ വഴിയിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു. And whenever there is a clash between constitutional values, constitutional morality and traditional values, ഇന്നത്തെ സമൂഹത്തിന് ആചാരങ്ങളുടെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം. ഭരണഘടനയോടൊപ്പം നിൽക്കാൻ പലപ്പോഴും വൈമുഖ്യം കാട്ടുന്നു, പേടി ഉണ്ടാവുന്നു, വൈമനസ്യം ഉണ്ടാവുന്നു. കാരണം പരമ്പരാഗതമായ ആചാരങ്ങളെ, മതത്തെ തൊടാൻ നമുക്ക് പേടിയാണ്, ജാതിയെ തൊടാൻ പേടിയാണ്. പൊതുസമൂഹം ഭൂരിപക്ഷം അംഗീകരിക്കുന്ന എന്തിനെ തൊടാൻ നമുക്ക് പേടിയാണ്. അതിനെ ഭരണഘടന നമ്മുടെ ഒപ്പം നിൽക്കുന്നെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഭരണഘടനയുടെ ഒരു വലിയ വെല്ലുവിളിയാണെന്ന് കാണുന്നു. കാരണം ഒരു കാര്യം കൂടി സാർ പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആഗോളവൽക്കരിക്കപ്പെട്ട സമൂഹം, നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നു, മൈഗ്രേഷൻ, വലിയ വലിയ സാംസ്കാരിക സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ജീവിത രീതിയിൽ മാറ്റമുണ്ട്, വേഷത്തിൽ മാറ്റമുണ്ട്, ഭാഷയിൽ മാറ്റമുണ്ട്, ഭക്ഷണത്തിൽ മാറ്റമുണ്ട്. പക്ഷെ എവിടെയോ ഇങ്ങനെ വെൻ വി ആർ കോൺസ്റ്റന്റ്ലി എക്സ്പാൻഡിങ്, ലോകം മുഴുവൻ പോകുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ മുഴുവൻ അവരവരുടെ വേരുകളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ വലതുപക്ഷ രാഷ്ട്രീയം വളരുന്നത്. ട്രംപ് പറയുന്നു ആന്റി മൈഗ്രേഷൻ, പ്രൊട്ടക്ഷനിസം, അമേരിക്ക ഫസ്റ്റ്. പലയിടത്തും തീവ്ര ദേശീയത, ഹൈപ്പർ നാഷണലിസം, ജാതി, മതം, തീവ്ര ചിന്താഗതികൾ വളരുകയാണ്. അതുകൊണ്ട് നമ്മുടെ യുവതലമുറ പുരോഗതി എന്ന് പറയുന്ന ഒരു പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വളരെ പരോഖ്യലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ചുരുങ്ങിയ സ്വത്വബോധങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നടക്കുന്നുണ്ട്. ഇത് ഭരണഘടന അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാണ് ഒരു സൈഡിൽ കൂടെ. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനുഷ്യൻ അവരവരുടെ വേരുകളിലേക്ക്, നമ്മുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ സമയം കഴിഞ്ഞോ സർ? എത്ര നേരം? സമൂഹം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫാമിലി ഗ്രൂപ്പുകൾ, കുടുംബ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ആഘോഷങ്ങൾ, പിന്നെ നമ്മളുടെ പെരുന്നാളുകൾ, നമ്മൾ ആഘോഷങ്ങൾക്കൊക്കെ ആളുകൾ ഒരുപാട് കൂടുകയാണ്. മനുഷ്യന് കൂടി വരാനുള്ള പ്രവണത കൂടുകയാണ്. ഈ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പാരമ്പര്യത്തിനകത്ത് ജാതി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിനകത്ത് പാട്രിയാർക്കി ഉണ്ട്, പുരുഷ മേധാവിത്വം ഉണ്ട്. പാരമ്പര്യത്തിനകത്ത് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം. പക്ഷെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പം അതിനകത്തുനിന്ന് ജാതിയെ മാറ്റിയിട്ട് വേണം, പാട്രിയാർക്കിയെ മാറ്റിയിട്ട് വേണം, അനാചാരങ്ങളെ മാറ്റിയിട്ട് വേണം. അത് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം സമൂഹം ഒരു സൈഡിൽ കൂടെ പിറകോട്ട് പോകുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി, ഏറ്റവും അടുത്തതായിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നത്, ഏറ്റവും അടുത്തതായിട്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ വിപുലീകരിച്ച് റൈറ്റ് ടു ബി ഡിസ്കണക്റ്റഡ് ഫ്രം വർക്ക്, തൊഴിൽ സമയം കഴിഞ്ഞാൽ
തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിന്ന് അതിൽ നിന്ന് ഒരു ബന്ധവുമില്ല നിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. മനുഷ്യാവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ, വ്യക്തിയുടെ അവകാശങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെ വ്യക്തിയുടെ മേൽ സമൂഹത്തിൻ്റെ സ്വാധീനം വളരെയധികം കൂടുകയും ചെയ്യുന്നു. കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭരണഘടന വലിയ പ്രതിസന്ധി നേരിടുന്നു. കാരണം സമൂഹത്തിന് പിറകോട്ട് പോകാനുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു സാമൂഹിക ആഗോളവൽക്കരണം എന്ന സാമൂഹിക പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഒരു ആശയധാര, ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം സാംസ്കാരികമായി സാമൂഹികമായി ഈ രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോവുകയും അതേസമയം ആധുനികവൽക്കരണത്തിനെ സാങ്കേതിക വിദ്യയുടെ തലത്തിൽ മാത്രം കണ്ടുകൊണ്ട് 5G എന്നും പ്രാചീന ഇന്ത്യ എന്നും പറയുന്ന ഒരു ആശയധാര ഇന്ത്യയെ ഭരിക്കുമ്പോൾ ആ ആശയധാരയുടെ പ്രചാരണം കൂടി ഈ പറയുന്ന ഒരു പ്രക്രിയയെ കുറച്ചുകൂടെ ശക്തി കൂട്ടുകയാണ്. അപ്പോൾ ഭരണഘടന നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം ഭരണഘടനാ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എത്തിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. സർ, ഞാൻ ചോദിച്ചതാണോ പറഞ്ഞത്? അതെ അതെ അതെ, ചോദിച്ചതിന് ഞാൻ സംശയമില്ല. അത് എത്രമാത്രം ഇവിടെ കൃത്യമായിട്ട് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് തന്നെയാണ് വന്നിരിക്കുന്ന വിഷയം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ ഞാനൊരു അഹങ്കാരം കൊണ്ട് പറയാമെന്ന് വിചാരിച്ചോ? ഈ ശ്രീമതി എന്ന് വിളിച്ചത് എനിക്കത് അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാവാറില്ല. എനിക്കങ്ങനെ സ്ത്രീ പുരുഷൻ എന്ന് എനിക്ക് അല്ല, എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പ്രശ്നമാണത്. മലയാള ഭാഷയിൽ ഏറ്റവും പ്രാമാണികമായ ഒരു വ്യാകരണ ഗ്രന്ഥം എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നത് കേരളപാണി AR രാജരാജവർമ്മ കേരളപാണ്യം. കേരളപാണ്യത്തിനകത്ത് ഒരു സംഗതി പറയുന്നത്, സ്ത്രീകൾ, കുട്ടികൾ, മൃഗങ്ങൾ, അചേതനങ്ങൾ അല്ലെങ്കിൽ ക്ലീബങ്ങൾ എന്നിവർക്ക് വിശേഷണങ്ങൾ കൊടുക്കുന്ന രീതി പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൃഗങ്ങൾ, സെയിം സെന്റൻസ്. അതായത് പുരുഷന്മാരെ കുറിച്ച് പുരുഷന്മാർ എന്ന് പറയും, സ്ത്രീകളെ കുറിച്ച് സ്ത്രീമാർ എന്ന് പറയില്ല, സ്ത്രീകൾ എന്ന് പറയും, മത്തികൾ എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ അചേതനങ്ങളായ വസ്തുക്കളെ കുറിച്ച് കല്ലുകൾ, പാറകൾ എന്നൊക്കെ പറയുന്ന പോലെ സ്ത്രീകൾ, കുട്ടികൾ, മൃഗങ്ങൾ, ക്ലീബങ്ങൾ, അചേതനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ വിശേഷണം മതി എന്നാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഭാഷയും സാഹിത്യവും ഒക്കെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംസാര സമ്പ്രദായമാണ്. പക്ഷെ എനിക്ക് എൻ്റെ മോളുടെ പേര് അഞ്ജലി S എന്നാണ്. S എന്ന് പറഞ്ഞ സുജാതയാണ്. അവിടെ പുരുഷന്റെ പേരില്ല. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കൃത്യമായിട്ട് അത് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടെക്നോളജി വല്ലാതെ ആധുനിക കാലത്തുള്ള ഏറ്റവും അധുനാധുനികമായ ഒരു ഗാഡ്ജറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലൊക്കെ ഫോൺ, എല്ലാവരുടെയും കയ്യിൽ അതാണ്. പക്ഷെ ഈ ഫോൺ പിടിച്ചിരിക്കുന്ന ആളുടെ മനസ്സെവിടെയാണ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അവൻ്റെ മൊറാലിറ്റി എവിടെയാണ്, അവൻ്റെ ഉള്ളിലുള്ള അവൻ്റെ ആത്മാവ് ഇപ്പവും കുടികൊള്ളുന്നത് ഒരുപക്ഷെ ഈ 17-ാം നൂറ്റാണ്ടിൻ്റെ മാറാലകൾ ബാധിച്ച ഫ്യൂഡലിസത്തിൻ്റെ അജീർണതയിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കാം ഏറ്റവും ആധുനികമായ ടെക്നോളജിയെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും മോശമായ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു പോയിന്റ് കൂടി എനിക്ക് ശ്രദ്ധയിലേക്ക് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് വെദർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എക്സ്പയർഡ്. ഈ ഭരണഘടന എന്ന് പറയുന്നതിന് എക്സ്പയറി ഉണ്ടോ? ഇപ്പൊ മേഡം ഈ വിശദീകരിച്ച ഇതിനകത്ത് വലിയ കാര്യങ്ങൾ. ഇപ്പൊ ആർട്ടിക്കിൾ 21 വന്നിരിക്കുന്ന വികാസം എന്ന് പറയുന്നത്, ഇപ്പം 51 AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് നടക്കുമ്പോൾ അത് ആ കാലത്തുണ്ടായിരുന്ന വ്യാഖ്യാനമല്ല ഇന്നത്തെ കാലത്തിലെ വ്യാഖ്യാനം. അന്നൊക്കെ ആണെങ്കിൽ ഓരോ ആർട്ടിക്കിളും ഇൻഡിവിജ്വലി ഇന്റർപ്രറ്റ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുട്ടുസ്വാമിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഈ അനുച്ഛേദത്തിന് അതിവിപുലമായ അർത്ഥസാധ്യതകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെ ഇറ്റ് സെൽഫ് ഇവോൾവിംഗ് ആണ്, അത് ജനറേറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡെഡ് ടെക്സ്റ്റ്, ഡെഡ് അല്ലത്. അപ്പം അങ്ങനെ ഡെഡ് അല്ലാത്ത ഒരു ടെക്സ്റ്റാണ് ഭരണഘടന എന്നുള്ളത് ഒരു വശത്തിരിക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഭരണഘടന എക്സ്പയറി ആയി, ഇറ്റ് ഇസ് കൊളോണിയൽ, അത് മാറണം എന്നൊക്കെയുള്ള അത്തരം ഡിസ്കഷൻസിന് ഇന്ത്യൻ ഭരണഘടനയുമായി അധികരിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അല്ല, ഒരിക്കലും സർ തോന്നില്ല. ഭരണഘടന ജീവിക്കുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് ഭരണഘടനയിൽ പുതിയ ഭേദഗതികൾ വരുന്നു. ഭേദഗതി എങ്ങനെയാണ് എന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് മാറുന്നു. സുപ്രീം കോടതി ഭരണഘടനയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, സുപ്രീം കോടതിയുടെ വ്യാഖ്യാനങ്ങൾ മാറുന്നു. അതിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 21 വിപുലമായിട്ട് വരുന്നു.
റൈറ്റ് ടു പീസ്, റൈറ്റ് ടു എൻവയോൺമെന്റ്, എല്ലാം മനുഷ്യന്റെ വിവിധമായ സാമൂഹികമായ അവകാശങ്ങൾ, അധികാരങ്ങൾ ഒക്കെ ഭരണഘടനയുടെ പരിധിയിൽ, മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്നു. പിന്നെ ഭരണഘടനയെ നിലനിർത്തുന്നത് സാർ ഇപ്പൊ AK ഗോപാലൻ വേഴ്സസ് പറഞ്ഞപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതായത് ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്താലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡോക്ട്രിൻ സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് ആരൊക്കെ ഞങ്ങൾ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞാലും പറ്റാത്ത വിധത്തിലുള്ള ഒരു കെട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് റീറൈറ്റിംഗ് ഈസ് എൻ ഇഷ്യൂ, ബട്ട് ദേ കാൺ ടച്ച് ദ ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിനെ, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭരണഘടനയെ മാറ്റി എഴുതാൻ സമ്മതിക്കുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. വലിയ വിഷമമുണ്ടായിരുന്നു ഈ ഇലക്ഷന് മുമ്പ് എന്താകും. പക്ഷെ സാധാരണക്കാരായ മനുഷ്യർ, നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത, ഭരണഘടനയെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഈ പുസ്തകം, ഇത് വളരെ വൈകാരികമായിട്ട് നമുക്ക് തോന്നുന്ന, ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ റിസർവേഷൻ എടുത്ത് കളയും, ഈ ഭരണഘടനയെ മാറ്റി എഴുതും എന്നൊക്കെ കുറച്ച് പേര് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു. ആ ജനങ്ങളാണ് ഈ ഭരണഘടനയ്ക്ക് ശക്തി നൽകുന്നത്. ശരിക്കും ഈ രാജ്യത്തെ ഈ ഭരണഘടനയെ നിലനിർത്തിയത് സുപ്രീം കോടതിക്കൊരു പങ്കുണ്ട്, അക്കാഡമിക വൃന്ദത്തിന് പങ്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പങ്ക് ജനങ്ങൾക്കാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വേണം, ദിസ് ഇസ് ആർ സോൾ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഹൃദയം അത്, ഞങ്ങൾ തുല്യരായിട്ട് കാണുന്നതാണ്. ഇതിനെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇതിനെ ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ചെറിയ പുസ്തകമാണ്. ചെറിയത്, ഇത് മിനിയേച്ചർ പതിപ്പാണ്. ഈ ചെറിയതെന്ന് ഇപ്പം ഞാൻ കയ്യിലിരിക്കുന്നതിനെ പറയുന്നു, ഈ ചെറിയ വലിയ പുസ്തകം ഇത് വേണം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഭരണഘടന ഒരിക്കലും അതിന് എക്സ്പയറി ഇല്ല. ഈ രാജ്യത്തിൻ്റെ ഒപ്പം അത് ഇവോൾവ് ചെയ്ത് വരും. ഈ രാജ്യത്തെ മനുഷ്യർ, ഈ സമൂഹം മുൻപോട്ട് പോകുന്നതിനൊപ്പം അത് വികസിച്ചുകൊണ്ടിരിക്കും. സമൂഹത്തിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ ഭരണഘടനയിൽ അത് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഭരണഘടനയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ കുറച്ചും കൂടി സാർ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ? ഒന്ന് ജനായത്തം, ജനാധിപത്യത്തിലുപരി ജനായത്തം എന്ന വാക്ക്. നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഭാഷയിൽ ആധിപത്യങ്ങൾ എവിടെയും ശോഭനമല്ല എന്ന് കരുതുന്നതുകൊണ്ട് ജനായത്വം എന്ന് ഉപയോഗിക്കുന്നു. രണ്ടാമത് മതേതരത്വം, മൂന്നാമത് സോഷ്യലിസം, സമത്വം, തുല്യത, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ മൂല്യങ്ങൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിലുണ്ട്? അത് ഇന്ത്യയിലുണ്ടോ എന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് 12 വയസ്സുള്ള ഒരു മകനുണ്ട്. ഒരു ദിവസം ഈ ജങ്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഞാനത് കുറേ കഴിച്ചിട്ട് എൻ്റെ മകനോട് പറഞ്ഞു, മോനെ ഇതിനി ഇവിടെ വാങ്ങിക്കണ്ട, ഇത് നല്ലതല്ല, അമ്മ അത് കണ്ടമാനം കഴിക്കുന്നു. അവൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, മൈക്കിന് മുമ്പിൽ വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ഡെമോക്രസി എവിടെ പോയി? അമ്മയ്ക്ക് ഈ ആഹാരം വേണ്ട എന്ന് വെച്ചിട്ട്, അത് ജങ്ക് ഫുഡാണ്, അവനും കഴിക്കാൻ പാടില്ല, പക്ഷെ അവൻ ഈ പ്രായത്തിൽ അവൻ കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അമ്മയ്ക്ക് ഈ ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ട് ഈ വീട്ടിൽ ഈ ഭക്ഷണം വേണ്ട എന്ന് പറയാൻ അമ്മയ്ക്ക് എന്ത് റൈറ്റാണുള്ളത്? ഈ ഭക്ഷണം വേണ്ടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. അതാണ് അമ്മ പറയുന്ന ഡെമോക്രസി. ഞാൻ ശരിക്കും മകനോട് ക്ഷമ ചോദിച്ചു. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റി, ശ്രദ്ധയില്ലാതെ ഞാൻ സംസാരിച്ചതാണ്, ക്ഷമിക്കണം. എനിക്ക് മനസ്സിലായി ഡെമോക്രസി ഇതുപോലത്തെ വേദികളിലും സംസാരിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലിരിക്കുമ്പോഴും അല്ല. ഡെമോക്രസി ഇസ് എ കൾച്ചർ, ഡെമോക്രസി ഇസ് എ ലൈഫ് സ്റ്റൈൽ. ജനായത്തം ഒരു ജീവിത രീതിയാണ്. അത് വീട്ടിൽ വേണം, വീട്ടിൽ കുട്ടികളോട് ഇടപെടുമ്പോൾ വേണം. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇനി നമ്മളിപ്പോൾ കുറേ തിയററ്റിക്കൽ കാര്യം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലേക്ക് ഭരണഘടനയെ കൊണ്ടുവന്നാൽ വീട്ടിലുള്ള എല്ലാ മനുഷ്യരുടെ അഭിപ്രായം വീട്ടിൽ കേൾക്കാറുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. വീട്ടിൽ എല്ലാ മനുഷ്യരുടെയും അഭിപ്രായത്തിന് പ്രസക്തി ഉണ്ടോ? സ്ത്രീകളുടെ അഭിപ്രായത്തിന് പ്രസക്തി ഉണ്ടോ? അധികാര ശ്രേണി ഘടന വീട്ടിനകത്തുണ്ടോ? കുട്ടികളെ സ്വതന്ത്ര വ്യക്തികളായിട്ട് കാണുന്നുണ്ടോ?
വീട്ടിലുള്ള സ്ത്രീ പുറത്തുപോയി ജോലി ചെയ്യുന്നില്ല, പക്ഷെ വീട്ടിൽ ജോലി ചെയ്യാണ്. കെയർ എക്കോണമി എന്നാ പറയുന്നത്, അൺപെയ്ഡ് വർക്ക്. ഈ വീട്ടിലെ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് പുറത്തുനിന്ന് ഒരാളെ വെച്ചാൽ മാസം 25,000 രൂപ ശമ്പളം കൊടുക്കണം. വീട്ടില് ഉള്ള സ്ത്രീ പുറത്തു പോകുന്നില്ല, അവർക്ക് സാമ്പത്തികമായി അവർ ഏൺ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ആ സ്ത്രീയുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ കുറെ കാലം കൂടി ജീവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് എൻ്റെ കുട്ടി പറയുന്ന അഭിപ്രായത്തെ ഞാൻ മാനിക്കാതിരിക്കുന്നുണ്ടോ? വീട്ടിൽ പറയുന്നുണ്ടോ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോ, പക്ഷെ നമ്മുടെ ജാതിയായ കൊള്ളാം, ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോ, പക്ഷെ നമ്മുടെ മതത്തിൽ നിന്ന് മതി, ആര് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, പക്ഷെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമ്മുടെ പോലെ ആവണം, ഇത് നമ്മുടെ ആളുകളാണ്, നമ്മുടെ ജാതിയിലെ ആളുകളാണ്, ഇത് നമ്മുടെ മതത്തിലെ ആളാണ്, അവരാണ് എന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ജനായത്വം, മതേതരത്വം, തുല്യത, ജാതിക്ക് അതീതമായ ചിന്ത, ഇതെല്ലാം ഉണ്ടാവേണ്ടത്, ഈ ഭരണഘടന ഉണ്ടാവേണ്ടത് മതഗ്രന്ഥങ്ങളോടൊപ്പം നമ്മുടെ വീടുകളിലാണ്. യോജിക്കുന്നുണ്ടോ? വീടുകളിൽ ഇതില്ലെങ്കിൽ, നമ്മുടെ കുട്ടികളോട് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ രാജ്യത്തെങ്ങനെ ഭരണഘടന നിലനിൽക്കും? അത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പ്രതിപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഭരണപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ആക്ടിവിസ്റ്റുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് നമ്മൾ ഭരണഘടനയോട് നീതി പുലർത്തുന്നത്? വോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമത്വം പാലിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ തുല്യരായിട്ട് കാണുന്നുണ്ടോ? ജാതിയുടെ പേരിൽ മനുഷ്യരോട് നമ്മൾ വിവേചനം കാട്ടുന്നുണ്ടോ? ലിംഗപദവിയുടെ പേരിൽ നമ്മൾ മനുഷ്യരോട് വിവേചനം കാട്ടുന്നുണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സിനോട് വിവേചനം കാട്ടുന്നുണ്ടോ? LGBTQIA കമ്മ്യൂണിറ്റിയിൽ പെട്ടവരോട് വിവേചനം കാട്ടുന്നുണ്ടോ? പൈസ ഉള്ളവരെ, വലിയ വീടുള്ളവരെ, വലിയ കാറുള്ളവരെ, കുറെ വിദ്യാഭ്യാസമുള്ളവരെ, കുറെ അറിവുള്ളവരെ, കുറെ ബൗദ്ധികമായ ഉയർന്നു നിൽക്കുന്നവരെ വലിയ മനുഷ്യരായും ഇതൊന്നും ചെയ്യാൻ ശീലിച്ചിട്ടില്ലാത്ത, സാഹചര്യം കിട്ടിയിട്ടില്ലാത്ത സാധാരണ ഒരു അതിഥി തൊഴിലാളിയെ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ലേബറെ, കർഷക തൊഴിലാളികളെ ചെറിയ മനുഷ്യനായിട്ടും കാണാൻ നമ്മൾ ശീലിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? അത് ചെയ്താൽ നമ്മൾ ഭരണഘടനയോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്, ഈ രാജ്യം മുഴുവൻ, നേരത്തെ കൽപ്പറ്റ മാഷോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഭരണഘടന ഇന്നുണ്ട് നമ്മുടെ കൂടെ, ഒരു വലിയ ഡോക്യുമെൻ്റായി, പുസ്തകമായി, ഒരു മാക്രോ തലത്തിൽ, ഒരു വലിയ തലത്തിൽ, സമൂഹത്തിൽ ഒരു വിപുലമായ തലത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു തുടങ്ങി. പക്ഷേ ഇനി വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യക്കാരായി ജീവിക്കാൻ, മനുഷ്യരായി ജീവിക്കാൻ ഭരണഘടനാ മൂല്യങ്ങൾ നമുക്ക് വേണം. പ്രത്യേകിച്ചും കേരള സമൂഹത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയോ നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വളരെയധികം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത് കാപട്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മനുഷ്യരുടെ കുറ്റമല്ല, ഇങ്ങനെ വന്നു സമൂഹം. പാട്രിയാർക്കി ഉണ്ടോ? നോർത്തിൽ വളരെ പ്രകടമാണ്, പക്ഷെ ഇവിടെ വളരെ സട്ടിലാണ്. ഇപ്പോൾ ഐ എം എ സിംഗിൾ മദർ, ഞാൻ എൻ്റെ മകനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അമ്മയാണ്. പക്ഷെ ഞാനൊരു പൊതുവേദിയിൽ പറഞ്ഞു കഴിയുമ്പം ആളുകൾ ചോദിക്കും, എന്താ അത് പറഞ്ഞത്? ഞാൻ പറയും, ഐ ഡിഡ് നോട്ട് ഡു എ ക്രിമിനൽ തിങ്, ഐ ആം ടോക്കിംഗ് ദ റിയാലിറ്റി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ പറയുന്നു, അതിന് വൈ ഷുഡ് ഐ ബി അഷെയിംഡ് ഓഫ് ഇറ്റ്? വൈ ഷുഡ് ഐ ബി അപ്പോളജറ്റിക് അബൌട്ട് ഇറ്റ്? നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ സമൂഹം കാണുന്നത് ജഡ്ജ്മെന്റിന്റെ ബേസിലാണ്. നമ്മൾ ഇടുന്ന വേഷത്തെക്കുറിച്ച് 10 പ്രാവശ്യം ആലോചിക്കണം. ഹൗ വുഡ് യു ബി ജഡ്ജ്ഡ്, എസ്പെഷ്യലി വിമൻ? അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ പറയും നമുക്ക് മതേതരത്വമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ മതം, വർഗീയത ഒളിച്ചിരിപ്പുണ്ട്. ജാതി ഇല്ല, പക്ഷെ എവിടെയോ ഉണ്ടുണ്ട്, പതുക്കെ പതുക്കെ ജാതി ഉണ്ട്. കളറ് നോക്കും. എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചു, ജാതി എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ജാതി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ അച്ഛൻ്റെ ജാതി എന്താ? അച്ഛൻ്റെ ജാതി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആളുകൾ ചോദിക്കും, സോറി അറിയാണ്ട് പോയതാണ്. ആളുകൾ ഇത് ചോദിക്കും, ജാതി ചോദിക്കും, മതം അറിയാണ്ട് ചോദിക്കും. മതം ഇല്ലാണ്ട് ഐ ഡോണ്ട് പ്രാക്ടീസ് റിലിജൻ. എനിക്ക് മതം, എല്ലാ മതങ്ങളോടും തുല്യമായിട്ട് കാണും. എൻ്റെ മകൻ്റെ ഈ അടുത്തൊരാൾ മകനോട് ചോദിച്ചു, എന്താ ജാതി മതം?
കുട്ടി പറഞ്ഞു മനുഷ്യനാണ്, വേറെ ഒന്നും വെച്ചിട്ടില്ല, വേറെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇത് പറയാൻ നമുക്ക് അറിയാണ്ട് ചിലപ്പോൾ പേടിയാവുകയാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ധൈര്യം സമൂഹത്തിന് ഉണ്ടാവണം. അതുകൊണ്ട് കേരള സമൂഹത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരെ പുരോഗമന സ്വഭാവമുള്ളവരാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുരോഗമനം ഇല്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, തെറ്റാണെങ്കിൽ തിരുത്താം. ഉള്ളിൻ്റെ ഉള്ളിൽ പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യർ പുരോഗമനം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളെല്ലാം എതിർത്ത് പോവുകയല്ല, മനുഷ്യരോട് കാട്ടുന്ന അനീതിയാണ് എതിർക്കുന്നത്, മനുഷ്യരോട് വിവേചനം കാട്ടുന്നതിനെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യരെ തുല്യരായി കണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഭരണഘടനയുടെ ധാർമ്മികത, ജാതിയുടെ ധാർമ്മികത, മതത്തിൻ്റെ ധാർമ്മികത, പാട്രിയാർക്കിയുടെ ധാർമ്മികതയെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഭരണഘടനയുടെ മതത്തിൻ്റെ ധാർമ്മികത ഉൾക്കൊള്ളേണ്ട ഇടങ്ങളിൽ അവയെ ഉൾക്കൊള്ളുക. പക്ഷെ ജാതി ചിന്തയ്ക്ക് ധാർമ്മികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പാട്രിയാർക്കിക്ക് ധാർമ്മികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, മതവിവേചനത്തിന് ധാർമ്മികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, വർഗവിവേചനത്തിന് ധാർമ്മികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇതിനെ മാറ്റി നിർത്തി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതുകൊണ്ട് ഭരണഘടനയുടെ ധാർമ്മികത മനുഷ്യരായ ഇന്ത്യക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാവണം, വാക്കിലുണ്ടാവണം, പ്രവൃത്തിയിലുണ്ടാവണം, ചിന്തയിലുണ്ടാവണം, നമ്മുടെ വീടുകളിലുണ്ടാവണം, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരാൻ നമുക്ക് പറ്റണം. ഈ 75-ാം വർഷം ഈ രാജ്യത്തോടും ഭരണഘടനയോടും ഈ രാജ്യത്തെ മനുഷ്യരോടും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തോടും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയോടും ഈ രാജ്യത്തിൻ്റെ ധാർമ്മികതയോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഇതാണെന്ന് കരുതുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ വരാൻ പറ്റിയതിന് ക്ഷണിച്ചതിന് കൽപ്പറ്റ മാഷിന് പ്രത്യേകം നന്ദി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒറ്റ അഭ്യർത്ഥനയുണ്ട്. ഇവിടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ പറ്റുന്ന പോലെ ശ്രമിക്കണം. നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥനയാണ്. ദിസ് ഈസ് എ റിക്വസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, നിങ്ങൾക്കൊപ്പം ജീവിക്കുന്ന മറ്റ് മനുഷ്യർക്ക് വേണ്ടി, വിവേചനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവർക്ക് വേണ്ടി ഭരണഘടനാ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി ഈ കഴിഞ്ഞ 75 വർഷം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന 100 കണക്കിന് വർഷങ്ങൾ ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി സ്രോതസ്സായി, ഗൈഡൻസായി, ആസ് എ ബീക്കൺ ഓഫ് ലൈറ്റ് ആൻഡ് ഹോപ്പ്, ദിസ് what would I say, this revolutionary document will stay with us forever. Thank you. ഈ അടുത്ത സെഷൻ തുടങ്ങാൻ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഒറ്റ മിനിറ്റ്. അപ്പോൾ ജ്യോതി ഭരണഘടനയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്ത ആളാണ്. അപ്പോൾ അവരെ വിളിച്ചിരുത്തിയിട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ അവർ 4 ദിവസം തുടർച്ചയായിട്ട് സംസാരിച്ചോളും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അടുത്ത സെഷൻ്റെ ടൈം, അടുത്ത സെഷൻ്റെ ടൈം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എവിടെ തുടങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? ഈ അയ്യപ്പൻ നായരും പ്രേമലേഖനം എന്ന കഥയിൽ കല്യാണം കഴിഞ്ഞ് ചായപ്പൊടിയിൽ കയറിയ ഭാര്യയും ഭർത്താവ് 2 ചായ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാപ്പി എന്ന് പറഞ്ഞ ഒരു കഥ നിങ്ങൾ ബഷീറിന്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എവിടെ ഫാസിസം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരോ അവരുടെ പാടത്ത് നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയെടുത്തതല്ല ഫാസിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കുന്നുണ്ട്, ഓരോ വ്യക്തിയിലും അതിൻ്റെ എലമെന്റ്സ് കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജ്യോതി ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു 5 മിനിറ്റ് ആദ്യമേ തന്നെ ഇവരുമായിട്ടൊരു ഇൻട്രാക്ഷന് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സംഘാടകർ പറയുന്നത് നമ്മൾ വല്ലാതെ സമയം, അടുത്ത സെഷന്റെ സമയം കൂടി നമ്മൾ അങ്ങോട്ട് നീട്ടിയെടുത്തു കഴിഞ്ഞു എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ പെർമിറ്റ് ചെയ്യട്ടെ. ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ടി കൃഷ്ണമാചാരി മദ്രാസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. ടി കൃഷ്ണമാചാരി ഡിക്ലെയർഡ് ദ ഹൗസ് പെർഹാപ്സ് അവെയർ ദാറ്റ് ഔട്ട് ഓഫ് 7 members ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, 1 dead, 1 resigned, 2 away from Delhi, their illness, 1 was America,
other engaged in state affairs unable to attend the drafting committee. Ultimately, the burden of drafting committee constitution fell on Dr. B.R. Ambedkar. ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ കൃഷ്ണമാചാരിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ അക്കാഡമിക്കലി പറയാനുള്ള ഫാക്ച്വൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പക്ഷെ അത് നമ്മൾക്കിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പഠിച്ചിട്ടില്ല, അപ്പം ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അബദ്ധമായിരിക്കും. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ, യെസ്, സംസാരിക്കുമ്പോൾ പറയേണ്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ഇത് ശരിക്കും നമ്മൾ ഇതിനെ ഒരു അക്കാഡമിക് ഡിബേറ്റ് ആയിട്ടല്ല കണ്ടത്. അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് താങ്കളോട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഞാനത് പഠിച്ച് വായിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാതെ അക്കാഡമിക് കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷൻ ശരിക്കും ഇന്ന് ലോകത്ത് ഒരുപാട്, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാമൂഹിക ജനാധിപത്യം ഇല്ലാണ്ട് സൊസൈറ്റിയിൽ മാറ്റം വരാതെ പൊളിറ്റിക്കൽ ഡെമോക്രസി വിൽ നോട്ട് ബി ഇഫക്റ്റീവ് വിത്തൗട്ട് സോഷ്യൽ ഡെമോക്രസി. സമൂഹത്തിൽ ഈ പറയുന്ന തുല്യതയില്ലാതെ, ജനായത്വ മൂല്യങ്ങളില്ലാതെ, സമത്വം ഇല്ലാതെ നമുക്ക് രാഷ്ട്രീയത്തിൽ ജനായത്വം സാധ്യമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ട ഒരു മൂല്യമായിട്ട് കരുതുന്നു. സോ ഇത് ഞാൻ നമ്പർ എടുത്തിട്ട് ഐ വിൽ ഗെറ്റ് യുവർ നമ്പർ, എന്നിട്ട് ഞാനിത് നോക്കിയിട്ട് തിരിച്ചു പറയാം. ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. നമസ്കാരം സർ. ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ അസമത്വം ഇല്ലാതാവണം, അൺടച്ചബിലിറ്റി ഉണ്ടാവാൻ പാടില്ല, ഒരാളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഓക്കെ, പക്ഷേ സുരക്ഷിതത്വം ഉറപ്പ് ഇല്ല എന്നതുകൊണ്ടായി അല്ലേ ഇന്ത്യയിൽ ഇത്രയധികം പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്? നീതി എവിടെയൊക്കെയോ നിഷേധിക്കപ്പെടുന്നു എന്നതുകൊണ്ടല്ലേ ഇത്രയധികം വക്കീലന്മാർ ഇന്ത്യയിലുണ്ടായത്? ഇത് ഇത്രയും കാലമായിട്ട്, ഈ 75 വർഷം ആയിട്ടും ഈ ഭരണഘടനയെ പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള തടസ്സങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. സർ, ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ ഭരണഘടന എവിടെയാണ് നമ്മൾ ഈ ഭരണഘടനാ മൂല്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയത്? വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായൊരു സൊസൈറ്റിയിൽ നിയമവും പോലീസും ഒന്നും വേണ്ടാത്തൊരു സൊസൈറ്റി ഏതാണ്? നമ്മൾ കാറൽ മാർക്സ് വിചാരിച്ച ഒരു യൂട്ടോപ്പിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? നിയമ സംവിധാനങ്ങളും നീതി നിഷേധത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും ഒന്നുമില്ലാതെ കോടിക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക? അതിനോട് എനിക്ക് ഒരിക്കലും പോലീസ് സ്റ്റേഷനുകളൊന്നും ഇല്ലാത്തൊരു ലോകം വരുമോ? പ്രത്യേകിച്ച് ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു നാട്ടിൽ, ഇത്രയും ജനങ്ങളുള്ള നാട്ടിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടന നിയമപരമായി നിൽക്കുന്നുണ്ട്, പക്ഷെ ഭരണഘടനാ മൂല്യങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതിനോട് യോജിക്കുന്നു. ഇനി നമ്മുടെ ഏറ്റവും വലിയ പരിശ്രമം ഭരണഘടനയെ ഒരു നിയമസംഹിതയും ഒരു ടെക്സ്റ്റ് ബുക്കും നമ്മുടെ നിയമത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആധികാരിക പ്രാമാണിക ഗന്ധം എന്ന് കാണുന്നതിലുപരി ഭരണഘടനയെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന മൂല്യങ്ങളുടെ ഒരു സ്രോതസ്സായി കാണേണ്ട കാലം വന്നിരിക്കുന്നു. ആ ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ നമ്മൾ ഇനി തുടരണം എന്നാണ് കരുതുന്നത്. അതുണ്ടാകുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ വെല്ലുവിളിയുള്ളൊരു സാഹചര്യമാണ്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളും രാഷ്ട്രീയവും ഇവിടുത്തെ ജനങ്ങളും നൽകണം. അതൊരു മ്യൂച്വൽ പ്രോസസ്സ് ആയിരിക്കണം. ഭരണഘടനയും ജനങ്ങളും തമ്മിൽ ഇതുപോലെ ഒരുപാട് സംവാദങ്ങൾ നടന്നുള്ള ഒരു മ്യൂച്വൽ പ്രോസസ്സ് ആയിരിക്കണം എന്ന് കരുതുന്നു സർ. താങ്ക് യു. ശശികുമാറിൻ്റെ ചോദ്യം വളരെ കോൺട്രവേഴ്സ്യലായ ഒരു ചോദ്യമാണ്. അത് ഇനിയിപ്പം അഭിഭാഷകന്മാരുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. അഭിഭാഷകന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മൊറാലിറ്റി തീരെ ഇല്ലാതാകുന്നതിൻ്റെ ലക്ഷണമായി ഇല്ലേ? അതെ 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 അത് അല്ല, ഞാനും അഭിഭാഷകനായത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല സത്യത്തിൽ. അത് ഒരു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രൊഫഷണലിസം, ഇതിനൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്ലാൻഡ് എഡ്യൂക്കേഷൻ്റെതായ രീതി അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ തായാട്ട് ശങ്കരൻ്റെ ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ MSc രസതന്ത്ര ബിരുദം സമ്പാദിച്ചിട്ട് ഹോട്ടലിൽ രസംവളം വേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ഹോട്ടലിൽ രസംവളം എന്ന ആൾക്ക് രസതന്ത്രത്തിൽ MSc ബിരുദമൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻഡ് അല്ലാത്തൊരു സമ്പ്രദായം ജോലി തിരഞ്ഞെടുക്കുന്നതിൽ, പഠിക്കുന്നതിലൊക്കെ നമ്മുടെ നാട്ടിൽ രൂഢമൂലമായി പോയൊരവസ്ഥയാണ്.
അപ്പോൾ അതിനെ അങ്ങനെയും കൂടി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അത് കുറ്റകൃത്യങ്ങൾ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് രോഗം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് പോലെ ഭരണഘടന നിരന്തരമായി നിർജ്ജീവമല്ലാത്തൊരവസ്ഥയിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷം പോലെയായി മാറുകയാണ് എന്നാണ്. അത് നമ്മൾ അതുകൊണ്ട് അത് പഠിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നിയമം പഠിക്കും, നിയമരംഗത്ത് പ്രവർത്തിക്കും, രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ ഭരണഘടനയിൽ അത്രയും നല്ലതായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. നമുക്കിനി ഒരു ചെറിയ സജഷനാണ്. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് കരുതുന്നു ഈ ഭരണഘടന. കുറച്ച് പേർക്കെങ്കിലും ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മളൊരു ശീലമാക്കിയാൽ പിന്നെ വീടുകളിലൊക്കെ ദൈവങ്ങളുടെ പടമൊക്കെ വെക്കുന്നത് പോലെ അതിൻ്റെ കൂടെ ഭരണഘടനയുടെ ആമുഖം കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്ന് കരുതുന്നു. അടുത്ത തലമുറയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതാം. അത് ശരിയാണ്. പക്ഷെ എന്തോ പക്ഷെ അതെങ്ങനെയാ നമ്മളിപ്പോൾ ടെക്നിക്കലി പഠിക്കുന്നു, ആർട്ടിക്കിൾ 14 ഇത് പഠിപ്പിക്കുന്നു, പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. ആ ഒരു വ്യത്യാസം വരണമെങ്കിൽ അത് ഡെയിലി നിത്യജീവിതത്തിൻ്റെ ഭാഗമാവണം. അതിന് നമുക്ക് പല വഴികൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്താ മോളെ? അയ്യോ ഞാനൊന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് ജാതിയിൽ ഒരു വ്യത്യാസവും ഇല്ല, മതത്തിൽ വ്യത്യാസം ഇല്ല എന്നൊക്കെ. പക്ഷേ ഇതേ ഗവൺമെന്റ് ഒരു എക്സാം വരുമ്പം ജനറൽ കാറ്റഗറി, OBC, അതുപോലെ തന്നെ SC ST അതിനൊക്കെ മാർക്കിന് വളരെ വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ജാതി സെയിം ആണെങ്കിൽ ഇത് ലൈക്ക് എക്സാമിനും ഒരുപോലെ ആക്കിക്കൂടെ? അങ്ങനെയല്ല. പേരെന്താ സർ? ഇത് മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. പേരെന്താ? നെഹ്ല. ജാതി എല്ലാ മനുഷ്യരും തുല്യർ ആയിരിക്കണം എന്ന ഐഡിയൽ തത്വമാണ് പറഞ്ഞത്. പക്ഷെ സമൂഹത്തിലാണോ എല്ലാവരും തുല്യരാണോ? അല്ല, വ്യത്യാസമുണ്ട്, ശ്രേണി. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എൻ്റെ മകൻ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്, 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടി, നമുക്ക് കൾച്ചറൽ ക്യാപിറ്റൽ, ഇക്കണോമിക് ക്യാപിറ്റൽ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യനുണ്ട്. ഈ 7ാം ക്ലാസ്സിൽ പോയിരിക്കുന്ന കുട്ടിയുടെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ അമ്മ ചിലപ്പോൾ ഒരു 4 വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് വിടുന്നത്. എൻ്റെ മകൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പല കുട്ടിയില്ല, ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. എൻ്റെ മകൻ സ്കൂളിലേക്ക് പോകുന്നത് രാവിലെ ഹിന്ദു വായിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന, പത്രം വായിച്ചിട്ട് അവനോട് ഡിസ്കസ് ചെയ്യുന്ന അവൻ്റെ അമ്മയുടെ കൾച്ചറൽ ക്യാപിറ്റൽ ആ കുട്ടിയുടെ കൂടെയുണ്ട്. പക്ഷേ ആ വീട്ടു ജോലി ചെയ്തിട്ട് പോകുന്ന അമ്മയ്ക്ക് ഈ കൾച്ചറൽ ക്യാപിറ്റൽ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ജാതി മനുഷ്യരിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരുപാട്. പണ്ടത്തെ കാലത്ത് ദളിത്സിന് പഠിക്കാൻ പറ്റുമായിരുന്നോ? സാംസ്കാരിക പ്രവർത്തനം നടത്താൻ പറ്റുമായിരുന്നോ? പൈസ ഉണ്ടായിരുന്നോ? ഞാൻ പറയുന്നത് മനസ്സിലായി? നിങ്ങളെപ്പോലെ പുതിയ തലമുറയിൽ ഒരുപാട് പേർക്കിത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നെഹ്ലയ്ക്കുള്ള കൾച്ചറൽ ക്യാപിറ്റൽ അപ്പുറത്തെ ഒരു കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. മെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കഴിവും മെടുക്കുമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അച്ഛനും അമ്മ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഏത് ജാതിയിൽ ജീവിക്കുന്നു, നമ്മുടെ സാമ്പത്തിക സാഹചര്യം എന്താ, നിങ്ങളുടെ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരാളുടെ മെറിറ്റ് തീരുമാനിക്കുന്നത്. ഒരു ഡബിൾ സ്റ്റോറിയുടെ AC റൂമിൽ പെട്ടെന്ന് ഒരു ക്ലാസ്സിലിരുന്ന്, ഒരു വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഹരിജൻ സെറ്റിൽമെൻറ്റിൽ, ഒരു ദളിത് സെറ്റിൽമെൻറ്റിൽ, സോറി ദാറ്റ് വേർഡ് ഷുഡ് നോട്ട് ബി യൂസ്, ദളിത് സെറ്റിൽമെൻറ്റിലിരുന്ന് അവിടെ ഒരു മുറിക്കകത്ത്, അടച്ചിറപ്പില്ലാത്തൊരു മുറിക്കകത്ത് സ്മാർട്ട് ഫോണില്ല, റേഞ്ചില്ല, അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് ആ മറ്റേ കുട്ടിയുടെ സൗകര്യം ഉണ്ടോ? അതുകൊണ്ട് ചരിത്രപരമായിട്ട് ഒരുപാട് മനുഷ്യരോട് നമ്മൾ വിവേചനം കാണിച്ചിട്ടുണ്ട്. അവർക്കൊരു പുഷ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ സംഘാടകർ ഒരു ഗ്ലാസ്സിൽ ഒരു ജ്യൂസ് വെള്ളം കൊടുക്കുന്നു, ഇവിടെ എടുത്തു വെക്കുന്നു. നെഹ്ല, ഇത് മോൾക്ക് വേണ്ടിയാ പറയണേ. എല്ലാവർക്കും വെള്ളം എടുത്ത് വെക്കുന്നു. നടക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ ആ വെള്ളം കൈ കൊണ്ട് കൊടുക്കണ്ടേ? കൈയും കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ ആ ആളിനൊരു സ്ട്രോ ഇട്ട് നമ്മൾ കൊടുക്കണം. ഷാഫി, ഞാൻ ഒരു കാര്യം ഒന്ന് നിർത്തിക്കോട്ടെ. ആ ആളിനൊരു സ്ട്രോ ഇട്ട് കൊടുക്കണ്ടേ? നടക്കാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ. മനസ്സിലായോ? അതുകൊണ്ട് ചരിത്രപരമായി വിവേചനം അനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊരു പുഷ് കൊടുക്കണം. അതിനാണ് നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത്.
അത് OBC ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, OBC പാൻ ഇന്ത്യ, പിന്നെ അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. OBC അതിലൊരു കുറച്ചൊരു പൊളിറ്റിക്കൽ എലമെൻറ്റും കൂടെ ഉണ്ട്, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് റിസർവേഷൻ. ഞാൻ സംസാരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞ ബേസിക്സ് മനസ്സിലായോ? സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് മോളെ, സമയത്തിന്റെ വിഷയം കൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മോളെ, മോളുടെ പേരെന്താണ്? ഇതിനകത്ത് ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. ഇക്വാളിറ്റി അല്ലെങ്കിൽ പിന്നെ തുല്യത എന്നുള്ള വാക്കിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനുള്ള പ്രശ്നമാണിത്. നമ്മുടെ ഒരു മുയലും ഒരു ആനയും നമ്മൾ വളർത്തുന്നുണ്ടായിരിക്കുക. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം അല്ലല്ലോ കൊടുക്കുക. ആനയ്ക്ക് കൊടുക്കുന്ന അത്ര ക്വാണ്ടിറ്റി മുയലിന് കൊടുത്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഇൻ്റലിജൻഷ്യ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ്റലിജിബിൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അർഹരായ ആളുകൾക്ക് മാത്രം അത് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഡിസ്ക്രിമിനേറ്ററി ആണ്, ഡിസ്ക്രിമിനേറ്ററി ആർബിട്രറി അല്ല. അത് അനുവദിക്കുന്നതാണ്. ആ രീതിയിലുള്ളത് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും തുല്യതയുണ്ട്, പക്ഷെ തുല്യ അവസരങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ല. ആ സാഹചര്യം കിട്ടാത്ത മനുഷ്യർക്കാണ് നമ്മൾ റിസർവേഷൻ കൊടുക്കണം. ഓക്കെ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.